ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസിയായ അപ്പം മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ചൂടുന്നതും ടെൻഡർ കോക്കനട്ട് ഉപയോഗിച്ച് അപ്പം മാവ് ഉണ്ടാക്കുന്നതും നോക്കാം. അപ്പം മാവിന് ആവശ്യമായ അരി വെള്ളത്തിലിടാം. ഞാനിവിടെ 1.5 ഗ്ലാസ് അരി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരി എടുത്തിട്ടുണ്ട്. അരി എടുത്ത് നന്നായി കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂറെങ്കിലും വയ്ക്കണം. അപ്പം ബെറ്റർ രാവിലെ വെച്ച് അരി വെള്ളത്തിലിട്ട് വെച്ച് വൈകുന്നേരം അരയ്ക്കുന്നതാവും നല്ലത്. അതിലേക്ക് ഇടാനായ ടെൻഡർ കോക്കനട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇളനീര് കട്ട് ചെയ്ത് അതിൽ നിന്ന് ഇളനീരിൻ്റെ തേങ്ങ മാത്രം എടുക്കുക. അപ്പോൾ നമ്മുടെ വെള്ളത്തിലിട്ട വെച്ച അരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം. വെള്ളം ആവശ്യത്തിന് ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അപ്പം അതിലേക്ക് ആവശ്യമുള്ള മാവ് അരയട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഈസ്റ്റ്, കുറച്ച് ഈസ്റ്റ് എടുത്ത് ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളമാക്കി നന്നായിട്ട് കലക്കി വയ്ക്കുക. ബാക്കിയുള്ള അരി കൂടി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ അരി അരച്ച് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീര് ഇട്ട് അരിക്കാനുള്ളതാണ്. അപ്പം ഇളനീര് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. നമുക്ക് ഇളനീര് അരച്ചെടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇളനീര് ഒപ്പം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർക്കുക. അതിനുശേഷം നമുക്കിതിൽ ആവശ്യമുള്ളത് പഞ്ചസാരയാണ്. അപ്പം 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് കുറച്ച് മാവിന് ആവശ്യമായ ഉപ്പാണ്. ഞാനിവിടെ 1/2 സ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. അതിൽ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ആക്ച്വലി അപ്പത്തിൻ്റെ മാവ് നല്ല വെള്ളം പോലെ ഉള്ളതാണ് നല്ലത്. അപ്പം പെട്ടെന്ന് അധികം അങ്ങോട്ട് കൊഴുപ്പാവണ്ട. അതുകൊണ്ട് നമ്മൾ മിക്സി കഴുകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കി മൂടി വെച്ച് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അതിലായിട്ട് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂണ് മാവ് ഒഴിച്ച ശേഷം 2 കൈ കൊണ്ട് വട്ടം ചുറ്റി എടുക്കുക. അപ്പത്തിൻ്റെ സെൻറ്റർ കട്ടിയായിട്ടും സൈഡ് മൃദുവായിട്ടുമാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുക. അപ്പോൾ ടേസ്റ്റിയായ അപ്പം മാവ് റെഡിയാക്കാൻ നമുക്ക് ടെൻഡർ കോക്കനട്ട് കിട്ടുന്ന സമയത്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പകരം തേങ്ങ അരച്ച് ചേർത്താലും മതി. ഒരുപാട് മൂക്കാത്ത തേങ്ങ ആവുമ്പം നല്ല മയത്തിലുള്ള അപ്പം കിട്ടും. ഈസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ ടെൻഡർ കോക്കനട്ട് ചേർക്കുകയാണെങ്കിൽ ഈസ്റ്റ് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല അപ്പം
മാവ് റെഡിയായി കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.